തൃശ്ശൂർ പൂരത്തിൽ കണ്ടൊരു പ്രണയം, അതെ അതെ, അത് ഇൻസ്പയർ ആയ എഴുതിയ ഒരു പാട്ട്. ഇതുപോലെ തന്നെ ഒരുപാട് ഇമോഷൻസ് ഉണ്ടാവുമല്ലോ, ജനനം, മരണം, ആഘോഷങ്ങൾ. അങ്ങനെ ഏതെങ്കിലും ഇമോഷൻസ് വെച്ചിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ടോ? ചക്കരച്ചേലുള്ള പെണ്ണെ എന്നുള്ളൊരു പാട്ടാണ് രണ്ടാമത് നമ്മൾ ചെയ്ത പാട്ട്. ആ പാട്ടാണ് പക്ഷേ ഏറ്റവും ആദ്യം ഞാൻ എഴുതി വെച്ചിരുന്ന പാട്ട്. ഏറെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരുടെ മരണത്തിന് മുമ്പിൽ അത് കണ്ടിട്ട് അതിൻ്റെ കാഴ്ച നമ്മൾ എഴുതിയിട്ടില്ലല്ലോ, കണ്ട കാഴ്ചകളാണ്, അവിടെ കണ്ടിട്ടുള്ള ഓരോ കാഴ്ചകളാണ് ആ പാട്ടിൻ്റെ ഓരോ വരികളും കേൾക്കുമ്പോൾ മനസ്സിലാവും. സുഹൃത്തിന് വേണ്ടി എഴുതിയ. അതെ അതെ അതെ. എന്താ ശരിക്കും സംഭവിച്ചത്? എന്തായിരുന്നു? കുട്ടി വെള്ളത്തിൽ വിട്ട് മരിച്ചു പോയതാ. നമ്മുടെ ഒപ്പം പാടാൻ ഒക്കെ ഒരുമിച്ച് ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ്. ചക്കരച്ചേലുള്ള പെണ്ണേ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നു, എന്തൊരു ചന്താടി പൊന്നു, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാം. ചക്കരച്ചേലുള്ള പെണ്ണേ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നു, എന്തൊരു ചന്താടി പൊന്നു, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാം. അക്കാണും മാമലച്ചോലേ മുങ്ങിക്കിടന്നൊരു നേരം, ആയിരം ദൈവങ്ങളിലേ നിങ്ങൾ കണ്ണു തുറക്കാഞ്ഞതിൻ്റെ. ചക്കരച്ചേലുള്ള പെണ്ണേ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നു, എന്തൊരു ചന്താടി പൊന്നു, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ. മുറ്റത്തെ മൂവാണ്ടൻ മാങ്ങ നമ്മളെത്ര തിന്നടി പെണ്ണെ, ആ മാവു കൊണ്ടല്ലെൻ്റെ പൊന്നു, നിന്നെ കത്തിയെരിച്ചതെന്ന്. ചക്കരച്ചേലുള്ള പെണ്ണെ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നു, എന്തൊരു ചന്താടി പൊന്നു, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ. അടുപ്പിലു കത്തണ തീയെ കണ്ടാലോടി മറയണ പെണ്ണെ, തീയെ കത്തിയെരിയണ കാണാൻ എന്നെ കൊണ്ടാവില്ല ദേവേ. ചക്കരച്ചേലുള്ള പെണ്ണെ എൻ്റെ കുഞ്ഞു മനസ്സിലെ പൊന്നു, എന്തൊരു ചന്താടി പൊന്നു, നിന്നെ നോക്കിക്കൊണ്ടങ്ങനിരിക്കാൻ. അഭിജിത്ത് ഈ ഒരു പാട്ടിന്റെ പിന്നാമ്പുറം പറഞ്ഞപ്പം ശരിക്കും എത്രത്തോളം ഇമോഷണൽ ആയിരുന്നു എന്നുള്ളത് ശരിക്കും എഴുതിയിട്ടുള്ള വരികളല്ല, നമ്മൾ കണ്ട കാഴ്ചകളാണ്. എന്താണെങ്കിലും ആ നാടൻ പാട്ടുകളുടെ നമ്മൾ ആദ്യം ഒരു പ്രണയത്തിലൂടെ നമ്മൾ കഥ പറഞ്ഞു തുടങ്ങി, ശരിക്കും രണ്ടാമത് ഇത്രയും ഒരു വേർപാടിലൂടെ കഥ. അതെ, നമ്മൾ കുറെ പാട്ടുകൾ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഈ പാട്ട് നമ്മുടെ വീട്ടിൽ ഒരാൾക്കാർ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിലുള്ള പാട്ടുകൾ ചെയ്യരുത്. ഒരു വീട്ടിലൊക്കെ ഒരു മരണമൊക്കെ സംഭവിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു മൊബൈലിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരിക്കലും തീർച്ചയായിട്ടും